ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ. നിങ്ങൾ മുന്തിയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും സപ്ലയർ മനോഹരമായ 2 പുറം ചട്ടകൾക്കുള്ളിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് നിങ്ങളുടെ അടുത്ത് മേശപ്പുറത്ത് വെക്കാറുണ്ട്. നിങ്ങൾ ആ ബിൽ തുകയുടെ കൂടെ ഒരു ലേശം പൈസ അധികം വെച്ചിട്ട് നിങ്ങൾ തിരികെ പോരും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല സർവീസ് ചെയ്ത ആ സപ്ലയർക്ക് നിയമവിധേയമായി എന്തെങ്കിലും അധികം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അയാളുടെ ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ വീടിന് വേണ്ടിയും നിങ്ങളുടെ കരിയറിന് വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനമായിട്ട് ഈ രീതിയിൽ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറയാറുണ്ടോ? അപൂർവമായിട്ടുണ്ടായേക്കാം, പക്ഷെ അതൊരു സാധാരണ നിത്യസംഭവമല്ലല്ലോ. നിങ്ങളതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും അത് സ്വീകരിക്കണമെന്നുമില്ല. കാരണം നിങ്ങൾക്കതൊരു കുറച്ചിലായിട്ട് തോന്നിയേക്കാം. പക്ഷേ ആരും ചെയ്യാത്ത ആ ഒരു കാര്യം നിങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങിയാലോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ പൈസ നിങ്ങൾക്ക് വേണ്ടി സമ്മാനമായിട്ട് നൽകുന്ന ഒരു പരിപാടി. അത് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ചെയ്യണം. അത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ദിവസം പോലും മുടക്കാതെ. അങ്ങനെ ചെയ്താൽ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ സാമ്പത്തിക മാനേജ്മെന്റ്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിന്റെ വ്യാപ്തി, അത് എപ്പോഴെങ്കിലും ഒന്ന് ഊഹിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം നിങ്ങൾക്ക് വെറും 10 രൂപയാണ് സമ്മാനമായി നൽകുന്നതെങ്കിൽ 30 ദിവസം കൊണ്ട് 300 രൂപ, ഒരു വർഷം കൊണ്ട് 3600 രൂപ, 10 വർഷം കൊണ്ട് 36,000 രൂപ, 20 വർഷം കൊണ്ട് 72,000 രൂപ. നിങ്ങൾ 2 പ്രാവശ്യം 10 രൂപ വെച്ച് ഒരു ദിവസം 20 രൂപ നിങ്ങൾക്ക് സമ്മാനം നൽകിയാൽ